ഇപ്പോഴേ ഏത് ജ്യോതിഷ ചാനൽ തുറന്നാലും നക്ഷത്ര ഫലങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ്. ഇന്ന നക്ഷത്രക്കാർ ഇങ്ങനെയായിരിക്കും സ്വഭാവം എന്നെല്ലാം പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പറയാറുണ്ട്. അതെല്ലാം കാണാൻ ഒരുപാട് പേരുമുണ്ടേ. ഞാനാണെങ്കിൽ എത്രയോ കാലം കൊണ്ട് ഇങ്ങനെ ഓരോ നക്ഷത്രക്കാരെയും പഠിച്ച് ഒരുപാട് പേരുടെ നക്ഷത്രം അറിയാം. അപ്പോൾ ഒരേ നാളിലുള്ള ഒരുപാട് പേരെ അറിയാം. ശരിയായിട്ടും അവരുടെ ആഹാര രീതി, അല്ലെങ്കിൽ ചിലപ്പോൾ ചില മുഖസാദൃശ്യങ്ങൾ, അങ്ങനെ ചില പെരുമാറ്റങ്ങളൊക്കെ കറക്റ്റായിട്ട് വരാറുണ്ടെങ്കിലും ഒരു ഈ 60-70% വ്യത്യാസങ്ങളാണ് ഉള്ളത്. ഒരു 30-40% സാമ്യങ്ങൾ കാണും, അത്രയേ ഉള്ളൂ. അതിലെല്ലാം ഭയങ്കരമെന്ന് പറയുന്നത് ചില നാളുകാരെ എടുത്തു പറഞ്ഞത് കൊണ്ട് അതേ ചാനലുകളിൽ നമ്മൾ നോക്കിയാൽ കാണാം, അടുത്ത ഒരു 5-6 എപ്പിസോഡ് കഴിയുമ്പോൾ ഇവരിതങ്ങ് മറന്നു വെച്ച് പിന്നെ വേറെ 5-6 നക്ഷത്രങ്ങളിട്ടാണ് കളി. നമുക്ക് വേണമെങ്കിൽ ഏതൊരു മനുഷ്യനും അങ്ങനെയൊക്കെ അങ്ങ് പ്രഡിക്ഷനൊക്കെ അങ്ങ് പടച്ചുവിടാം. പക്ഷെ അങ്ങനെ അല്ല ജ്യോതിഷം എന്ന് പറയുന്നത്. ജ്യോതിഷം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് 9 ഗ്രഹങ്ങളുണ്ടെങ്കിൽ ആ 9 ഗ്രഹങ്ങൾക്കും നക്ഷത്രങ്ങളുണ്ട്. ചന്ദ്രന്റെ നക്ഷത്രം അതിലൊന്ന് മാത്രമാണ്. ബാക്കി 8 ഗ്രഹങ്ങൾക്ക് നക്ഷത്രമുണ്ട്. തീർച്ചയായിട്ടും ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്ര നമുക്ക് പ്രാധാന്യം കൂടുതലാണ്. അതുപോലെ തന്നെ പ്രാധാന്യം ഈ 9 ഗ്രഹങ്ങളെ നമ്മൾ പറയുമ്പോഴും പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ ലഗ്നത്തിനെ ഒരു ഗ്രഹമായിട്ടാണ് കൂട്ടുന്നത്. അപ്പോൾ 10 ഗ്രഹങ്ങൾക്കും നക്ഷത്രങ്ങളുണ്ട്. 27 നക്ഷത്രങ്ങൾ. അപ്പോൾ 270 നക്ഷത്രങ്ങൾ അങ്ങനെയുള്ള സ്വഭാവങ്ങളായിട്ടാണ് നമ്മൾ കണക്കൂട്ടേണ്ടത്. പിന്നെ ഇത് കഴിഞ്ഞേച്ച് ഈ നക്ഷത്രങ്ങൾക്കെല്ലാം പാദങ്ങളുണ്ട്. അപ്പോൾ ആ 27 നക്ഷത്രങ്ങൾക്കും 4 പാദങ്ങളില്ലേ? പാദങ്ങൾ അനുസരിച്ചും വ്യക്തികളുടെ സ്വഭാവങ്ങളിൽ വ്യത്യാസം വരാറുണ്ട്. അപ്പോൾ ഒരേ പാദത്തിലുള്ള കുറേ പേരെ എനിക്കറിയാം. അവർക്കും ഒരേപോലെയുള്ള സ്വഭാവമായിരിക്കത്തില്ല, വളരെ വ്യത്യാസമായ സ്വഭാവമായിരിക്കും. എങ്കിലും കോമൺ ആയിട്ട് ചില ദേഷ്യം അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളില്ലേ, അല്ലെങ്കിൽ എടുത്തുചാട്ടം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഉയർച്ച താഴ്ചകൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ചില സാമ്യങ്ങളൊക്കെ വരാറുണ്ട് എന്നും പറഞ്ഞ് ഒരുപാട് വ്യത്യാസങ്ങളാണ് ഉള്ളത്. അതായത് 2000-ലധികം നക്ഷത്രങ്ങൾ ഉള്ളതായിട്ട് നമ്മൾ കണക്കാക്കണം. ആ സ്വഭാവ വ്യത്യാസങ്ങളും വരും. അത് തന്നെയല്ല, പിന്നെയും ഉണ്ട് വ്യത്യാസങ്ങൾ. എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു രാശിയിൽ 2.25 നക്ഷത്രമല്ലേ, അതിൽ ഒരു നക്ഷത്രം അടുത്ത രാശിയിലും കൂടെ നിൽക്കുന്നില്ലേ? അപ്പോൾ ഈ ഒരു രാശിയെ നിയന്ത്രിക്കുന്ന ഒരു ഗ്രഹം എന്ന് പറയുന്നത്, ഇപ്പോൾ മേടൻ രാശി എടുക്കുകയാണെങ്കിൽ കുജനാണെങ്കിൽ ഇടവൻ രാശി എടുക്കുന്ന ശുക്രനാണ്. അപ്പോൾ കാർത്തിക നക്ഷത്രത്തിന് ഈ കുജൻ നിയന്ത്രിക്കുന്ന ആ രാശിയിലുള്ളവർക്ക് കുറച്ച് ദേഷ്യം കൂടുതലായിരിക്കും. ശുക്രൻ അധിപനായിട്ടുള്ള ഇടവൻ രാശിയിൽ ജനിക്കുന്നവർക്ക് ഭൗതിക സുഖങ്ങളിലോടൊക്കെ കൂടുതൽ താല്പര്യം കാണാം. പിന്നീട് ഒരു ദിവസം നമ്മൾ പൊതുവായിട്ട് പറയുകയാണെങ്കിൽ 12 ലഗ്നങ്ങളുണ്ട്. അപ്പോൾ ഒരു നക്ഷത്രം ഒരു ദിവസമായിരിക്കത്തില്ലോ ചന്ദ്രൻ ഒരു നക്ഷത്രത്തിൽ നിൽക്കുന്ന മിക്കവാറും. അപ്പോൾ ഈ 12 ലഗ്നങ്ങളിൽ വരുന്ന ഉടനെ 12 സ്വഭാവങ്ങളായി പോകത്തില്ലേ? ഈ 12 ലഗ്നങ്ങൾക്കും നക്ഷത്രങ്ങളുണ്ട്. അപ്പോൾ ഈ ലഗ്നം എന്ന് പറയുന്നത് ഒരു ദിവസം ഈ 27 നക്ഷത്രങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ 27 ലഗ്ന നക്ഷത്രങ്ങൾ കാണും ഒരു നക്ഷത്രത്തിന് തന്നെ. അപ്പോൾ അതിനനുസരിച്ച് അവരുടെ സ്വഭാവത്തിന് വ്യത്യാസം വരും. അതായത് നമ്മുടെ ലഗ്നം ഏത് നക്ഷത്രത്തിലാണ് നിൽക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരും. അങ്ങനെ ഓരോ ഗ്രഹങ്ങളെയും വെച്ച് നമ്മൾ നോക്കണം. അതുകൊണ്ടൊക്കെയാണ് ഈ നക്ഷത്ര ഫലങ്ങളൊക്കെ പറയുമ്പോൾ വളരെയധികം സൂക്ഷിക്കണമെന്ന് പറയുന്നത്. ഏറെക്കുറെയൊക്കെ ശരിയായിട്ട് വരാറുണ്ട്, വളരെ കൃത്യമായിട്ട് പറയുന്നവരുമുണ്ട്. എങ്കിലും ചില സമയങ്ങളിൽ അവർക്കും തെറ്റാവുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരേ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ഒരേപോലെ ഇരിക്കാത്തത്, അല്ലെങ്കിൽ ഒരേ സ്വഭാവമല്ലാത്തതെന്ന് ആണ് ഇതുവരെയും പറഞ്ഞത്. അപ്പോൾ എല്ലാ ഗ്രഹങ്ങളുടെയും നോക്കുന്നത് പ്രധാനമാണ്. നോക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മൾ ഈ ലഗ്നത്തിൻ്റെ നക്ഷത്രം നോക്കണം, പിന്നെ ചന്ദ്രൻ്റെ നക്ഷത്രം നോക്കണം, സൂര്യൻ ഏത് നക്ഷത്രത്തിലാണ് നിൽക്കുന്നത് തീർച്ചയായിട്ടും നോക്കിയിരിക്കണം. ഇപ്പോൾ ഒരു ഗ്രഹം ശത്രു നക്ഷത്രത്തിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് ആ ഗ്രഹം നൽകുന്ന സ്വഭാവത്തിനൊക്കെ വ്യത്യാസം വരും, നൽകുന്ന കാരകത്വങ്ങൾക്കും വ്യത്യാസം വരും.
നമ്മുടെ ജ്യോതിഷത്തിൻ്റെ ഏറ്റവും വലിയൊരു ന്യൂനത എന്ന് പറയുന്നത് നമ്മുടെ ജ്യോതിഷം ചന്ദ്ര നക്ഷത്രത്തെ മാത്രം ചുറ്റിയുള്ളതാണ്. അങ്ങനെ ആവരുത്. എല്ലാ ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങൾ നമ്മൾ നോക്കണം. പക്ഷെ ആ മേഖലയിൽ പഠനവും വളരെയധികം കുറവാണ്. മെഡിക്കൽ അസ്ട്രോളജിയിലൊക്കെ ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. പക്ഷെ ആ മേഖലയിൽ പഠനം കുറവാണ്. ജ്യോതിഷത്തിൽ തന്നെ പഠനം വളരെ കുറവാണ്. അർഹിക്കുന്ന അത്രയും പഠനം ജ്യോതിഷത്തിൽ വരുന്നില്ല. ഇപ്പോഴും ജ്യോതിഷം കള്ളശാസ്ത്രമാണെന്ന് തെളിയിക്കാൻ വേണ്ടി നടക്കുന്നവരാണ് ഒരുപാട്. ആ സമയം കൊണ്ട് അവരിത് പഠിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കുക. ഇതിൽ ഈ ജ്യോതിഷ ശാസ്ത്രത്തിൽ പഠനം നടക്കുന്നത് മൊത്തം ഇത് ശാസ്ത്രമല്ലെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ചർച്ചകൾ നടക്കുന്നത് കൂടുതലും ഇത് ശാസ്ത്രമല്ലെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ്. പക്ഷേ നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇത് ശാസ്ത്രമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി നമ്മൾ മുന്നിട്ടിറങ്ങണം. നമ്മൾക്കറിയാത്തതെല്ലാം അജ്ഞാനമോ അല്ലെങ്കിൽ അത് അസത്യമോ ആകുന്നില്ല. നമുക്കറിയാത്ത കാര്യങ്ങളും ഈ ലോകത്തുണ്ട് ഒരുപാട് എന്ന് ചിന്തിച്ചുകൊണ്ട് ഇത് ശാസ്ത്രമാണെന്ന് തെളിയിക്കുക. ഒരു 10 പേരുടെ ജാതകം എടുത്തു വെച്ചേച്ച് ഇപ്പോൾ ഇതിനകത്ത് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളില്ലേ, അതൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാകും. അശ്വതി മുതലുള്ള നക്ഷത്രങ്ങളുടെ സ്വഭാവങ്ങളൊക്കെ ഇടണമെന്നുണ്ട്. അപ്പോൾ ഒരു കുഴപ്പം വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരൊറ്റ കുഴപ്പം കൊണ്ടാണ്. ഒരു ലഗ്നത്തിന് പോലും 27 ഒരു ദിവസം 27 നക്ഷത്രങ്ങൾ നിൽക്കുമ്പോൾ 27x4 നക്ഷത്ര പാദങ്ങളിലും കൂടെ നിൽക്കുകയാണ്. അതായത് ഒരു ദിവസം നമ്മുടെ ലഗ്നം 108 നക്ഷത്രപാദങ്ങളിൽ ഏതെങ്കിലും ഒരു പാദത്തിൽ നിൽക്കുകയായിരിക്കും. അപ്പോൾ ഇങ്ങനെ നക്ഷത്രപാദങ്ങളെ കുറിച്ചുള്ള പഠനം, അല്ലെങ്കിൽ മറ്റുള്ള ഗ്രഹങ്ങൾ, ചന്ദ്രനെ കുറിച്ചുണ്ട്, 4 പാദങ്ങളിൽ നിൽക്കുന്നതിനെ കുറിച്ചുണ്ട്. പക്ഷേ മറ്റുള്ള ഗ്രഹങ്ങളെ കുറിച്ച് അത്രയും പഠനം നടന്നിട്ടില്ല, കണ്ടിട്ടില്ല അങ്ങനെയുള്ള ബുക്കുകൾ. പിന്നെ നമുക്ക് തന്നെ പറഞ്ഞുകൂടെ എന്ന് പറഞ്ഞ് എല്ലാവരുടെയും ജനിച്ച സമയം കൃത്യമായിട്ട് നമുക്ക് അറിയത്തില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ഇപ്പം ആശുപത്രിയിൽ നിന്നൊക്കെ കൊടുക്കുന്ന സമയം തന്നെ കൃത്യമാണോ എന്ന് നമുക്ക് അറിയത്തില്ല. ഇതൊന്നുമില്ലാതെ തന്നെയും ഏറെക്കുറെ ഫലങ്ങളെല്ലാം കറക്റ്റായിട്ട് വരാറുണ്ട്. അസുഖങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നു, അതെല്ലാം കറക്റ്റായിട്ട് വരാറുണ്ട്. എങ്കിലും ഇതൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ ഇങ്ങനെ. അതുകൊണ്ടാണ് നമ്മൾ നക്ഷത്രങ്ങളുടെ സ്വഭാവങ്ങളെക്കുറിച്ച് ഇതുവരെയും പറയാത്തത്, അവരുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങളൊന്നും പറയാത്തത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആരും പറയാത്ത കാര്യം, ഇപ്പോൾ സ്ത്രീയും പുരുഷനും എതിർ ലിംഗങ്ങളാണല്ലോ. അപ്പോൾ അവരുടെ ഈ നക്ഷത്രങ്ങളുടെ സ്വഭാവങ്ങളും അല്ലെങ്കിൽ അവരുടെ ആ ജീവിത രീതികളും എല്ലാം നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഇന്ന് വരെ കണ്ടിട്ടുള്ളത്. ചില കാര്യങ്ങളിലൊക്കെ സാമ്യം കാണുമെങ്കിലും ഒരുപാട് കാര്യങ്ങളിൽ ഓപ്പോസിറ്റായിട്ടായിരിക്കും കാണുന്നത്. അതായത് ഇപ്പോൾ പുരുഷന്മാരെയൊക്കെ നല്ല സാമർഥ്യമുള്ള നക്ഷത്രമുള്ള പുരുഷന്മാരാണെങ്കിൽ സ്ത്രീകൾ നേരെ എതിരായിരിക്കും. അതുപോലെ സ്ത്രീകൾ നല്ല സാമർഥ്യമൊക്കെ ഉള്ളവരാണെങ്കിൽ പുരുഷന്മാർ നേരെ എതിര് സ്വഭാവം കാണിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റിലുള്ളത് നോക്കിയാൽ മതി. ഒരുപാട് നക്ഷത്രങ്ങളെ എനിക്കങ്ങനെ അറിയാം. പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ആ സ്വഭാവത്തിൽ വളരെയധികം വ്യത്യാസം വരും. അതുപോലെ സ്ത്രീകളിൽ ഏറ്റവും വളരെയധികം കാണുന്ന ഒരു പ്രശ്നമാണ് ഹോർമോണൽ വ്യത്യാസങ്ങൾ, അതുപോലെ യൂട്രസ് സംബന്ധമായ പ്രയാസങ്ങളുമൊക്കെ. അതൊക്കെ ആണുങ്ങൾക്ക് വേറെ അല്ലേ ഹോർമോൺസ്. അപ്പോൾ അത് ഒരുപോലെ വരത്തില്ലല്ലോ. ഇപ്പോൾ ഹോർമോൺസിനനുസരിച്ചും സ്വഭാവങ്ങളിലൊക്കെ വ്യത്യാസം വരും. ഹോർമോൺ വ്യതിയാനങ്ങൾക്കനുസരിച്ചും സ്വഭാവങ്ങളിലൊക്കെ വ്യത്യാസം വരും. അങ്ങനെ എല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ നക്ഷത്രങ്ങളെക്കുറിച്ച് പറയാൻ. പക്ഷെ ഒരു ഏകദേശം ഒരു രൂപം, അത് ബുക്കുകളിലൊക്കെ തന്നിരിക്കുന്ന രൂപം തരാൻ ശ്രമിക്കാം. പക്ഷെ അത് അത്രയും പോരാ. നമ്മൾ കൂടുതൽ വായിക്കണം. വായിച്ച് മനസ്സിലാകണം. ഈ എപ്പിസോഡുകളൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്ക് ഒരുപാട് നാളെടുക്കത്തില്ലേ. അതിന് മുമ്പ് നമ്മൾ കിട്ടുന്ന സമയം മൊത്തം വായിക്കണം. ഒരു ദിവസം ഇത്ര സമയം എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരിക്കണം വായിക്കാൻ. ഞാനൊക്കെ ആണെങ്കിൽ എഴുതി ഇപ്പോൾ പരാശര ഹോരശാസ്ത്രം, അതായത് നമ്മുടെ ജ്യോതിഷത്തിൻ്റെ പിതാവ് പരാശര മഹർഷിയാണെന്ന് അറിയാത്ത ജ്യോതിഷന്മാർ ഒരുപാട് പേരുണ്ട്. അത് അവരുടെ കുറ്റമല്ല, അവർക്ക് അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ബൃഹത് പരാശര ഹോരശാസ്ത്രമാണ് ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനമാണെന്ന് പറയുന്നത്, BPHS. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് വായിക്കുക. അത് കഴിഞ്ഞ് വെച്ച് പിന്നെ അതിനെക്കുറിച്ച് എക്സ്പ്ലനേഷനുള്ള വേദിക് അസ്ട്രോളജി ഗൈഡ് ഉണ്ട്, PVR നരസിംഹറാവു ജി എഴുതിയത്. അതും കൂടെ നമ്മൾ വായിക്കുകയാണെങ്കിൽ കൂടുതൽ മനസ്സിലാവും. കുറച്ചുകൂടെ സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്.
ഇപ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഇതെല്ലാം കിട്ടും. അപ്പോൾ നമ്മൾ കൂടുതൽ സൈറ്റുകളിൽ പോയിട്ട് അവരുടെ എല്ലാം വായിക്കണം. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് വായിക്കുമ്പോഴേ നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടത്തുള്ളൂ. ഒരു എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു ഏകദേശ രൂപമാണ് തരുന്നത്. അതായത് ഒരു ഗ്രഹം ഒരു നക്ഷത്രത്തിൽ നിന്നാൽ എന്താണ് ഫലം, അല്ലെങ്കിൽ ഒരു രാശിയിൽ നിന്നാൽ എന്താണ് ഫലം, അങ്ങനെ നോക്കണം. അതുപോലെ ലഗ്നം ഓരോ രാശിയിൽ നിന്നാലുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കണം. പിന്നെ നമ്മുടെ ഭാവഫലങ്ങൾ നോക്കണം, കാരകത്വങ്ങൾ നോക്കണം. ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ നോട്ട്സ് എഴുതി പഠിച്ചെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റുകയുള്ളൂ. അതും ഒത്തിരിയൊന്നും കാണാപ്പാടമൊക്കെ പഠിക്കാൻ ഭയങ്കര പ്രയാസമാണ്. ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പദ്യങ്ങൾ പഠിച്ചു വിടുകയാണ്. അപ്പോൾ ആ ഒരു പദ്യം എടുത്തിട്ട് നമ്മളൊന്ന് നോക്കണം, അതിൽ എത്രത്തോളം കറക്റ്റായിട്ട് വരുന്നുണ്ടെന്ന്. അതിലൊരു 20% കറക്റ്റായിട്ട് വരികയുള്ളൂ. ബാക്കിയുള്ളത് നമ്മൾ എക്സ്പീരിയൻസിൽ കൂടി, അല്ലെങ്കിൽ നമ്മൾ വായിച്ച് പഠനമൊക്കെ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ അക്ഷരം പഠിച്ചതുകൊണ്ട് മാത്രം നമുക്ക് വായിക്കാനോ അല്ലെങ്കിൽ അർത്ഥം മനസ്സിലാക്കാനോ കഴിയത്തില്ല. അത് കൂടുതൽ ഡീപ്പായിട്ട് മനസ്സിലാക്കി പോകണ്ടേ. അപ്പോൾ അക്ഷരങ്ങളേ ഉള്ളൂ ഈ പുസ്തകങ്ങളിൽ, ബാക്കിയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതിന് അത്രയും ശാസ്ത്രം വളർന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കാതെ ഈ പദ്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു മനുഷ്യനെ അങ്ങ് താറടിക്കുക, അവൻ്റെ അല്ലെങ്കിൽ നക്ഷത്രം അങ്ങനെയാണ്, അല്ലെങ്കിൽ അവൻ്റെ ലഗ്നം അങ്ങനെയാണ്, അതുകൊണ്ട് അവൻ്റെ സ്വഭാവം ഇങ്ങനെയാണെന്ന് അങ്ങ് പറയരുത്. അല്ലെങ്കിൽ അവൻ്റെ 2-ൽ ചന്ദ്രൻ നിന്നാൽ, അല്ലെങ്കിൽ അവൻ്റെ 2-ൽ കുജൻ നിന്നാൽ ഇങ്ങനെ ആയിപ്പോവും, അല്ലെങ്കിൽ ശുക്രനും കുജനും കൂടെ യോഗം ചെയ്തതുകൊണ്ട് അവൻ്റെ സ്വഭാവം അങ്ങനെ ആയിപ്പോവും, അങ്ങനെയൊന്നും പറയരുത്. കാരണം എന്ന് പറയുന്നത് ഒരുപാട് മഹാന്മാർക്കും ഒരുപാട് സന്യാസിമാർക്കും ഒക്കെയുള്ള യോഗങ്ങളുമാണ് ഇവ. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ വരുമ്പോഴാണ് ഈ ശാസ്ത്രം അസത്യമാണെന്ന് ഈ പഠിക്കാത്തവർക്ക് തോന്നുന്നത്. അതുപോലെ രാജയോഗങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനെ ഖണ്ഡിക്കുന്ന വേറെ യോഗങ്ങൾ നമ്മുടെ ജാതകത്തിൽ കാണും. അപ്പോൾ ഈ രാജയോഗങ്ങൾ നമുക്ക് കിട്ടുകയില്ല. അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഡീപ്പായിട്ട് പോയെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. അവന് ഗജകേസരി യോഗമുണ്ട്, പക്ഷെ അവൻ ജീവിതത്തിൽ ദരിദ്രനായിട്ട് ജീവിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഈ ജാതകത്തിൽ ഗജകേസരി യോഗം ഉണ്ടാകാൻ എങ്ങനെയൊക്കെയാണെന്ന് ഉള്ളത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ആ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടെങ്കിലേ, അല്ലെങ്കിൽ ആ കൈരേഖയിൽ അതുണ്ടെങ്കിലേ അവന് ആ യോഗം കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ യോഗം കിട്ടുകയില്ല. മറ്റൊരു വലിയ പാളിച്ച ഉള്ളതെന്ന് പറഞ്ഞാൽ സ്ത്രീ ജാതകം അങ്ങനെ പറഞ്ഞ് കൊടുക്കാറുണ്ട്. എനിക്ക് ഈ സ്ത്രീയുടെയും പുരുഷൻ്റെയും ജാതകങ്ങൾ നോക്കുമ്പോൾ വലിയ വ്യത്യാസമൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. അതുകൊണ്ട് സ്ത്രീയുടെ ജാതകം വേറെ രീതിയിൽ നോക്കണം, പുരുഷൻ്റെ ജാതകം വേറെ രീതിയിൽ നോക്കണം, അങ്ങനെയൊന്നുമില്ല. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ സ്ത്രീക്കും പുരുഷനും ഒരേപോലെ ബാധകമാണ്. ഏത് കാര്യങ്ങളും നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കത് സത്യമാണെന്ന് ബോധ്യപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ഈ ജ്യോതിഷത്തെ കഴിയുന്നത്ര നമ്മൾ ആഴത്തിൽ അറിയാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിലൊരുപാട് സത്യമുണ്ടെന്ന്. നക്ഷത്രങ്ങളെ അസുരഗണം, ദേവഗണം, മനുഷ്യഗണം ഇങ്ങനെ തിരിച്ചിട്ടില്ലേ? അതിനനുസരിച്ചും നക്ഷത്രങ്ങളുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരും. അപ്പോൾ ഒരേ രാശിയിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾക്ക് ഒരേ സ്വഭാവം പറയാൻ പറ്റുകയില്ല. പിന്നീടാണെങ്കിൽ രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് 2 അധിപന്മാരായിരിക്കത്തില്ലേ? അങ്ങനെയും വ്യത്യാസം വരും. പിന്നെ നക്ഷത്രങ്ങളെ സ്ത്രീ പുരുഷ നക്ഷത്രങ്ങളിൽ നിന്ന് തിരിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴും അതിനനുസരിച്ചും സ്വഭാവത്തിൽ വ്യത്യാസം വരും. പിന്നീട് തത്വങ്ങൾ പറഞ്ഞില്ലേ? ആ തത്വങ്ങൾ അനുസരിച്ചും നക്ഷത്രങ്ങളുടെ സ്വഭാവങ്ങളിൽ വ്യത്യാസം വരും. അതായത് മനുഷ്യനിൽ അങ്ങനെയുള്ള സ്വഭാവ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ. പിന്നെ ഗ്രഹദൃഷ്ടികളില്ലേ? ഗ്രഹദൃഷ്ടികൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ശനിയാണ് നോക്കുന്നതെങ്കിൽ ആ സ്വഭാവത്തിലെല്ലാം, നമ്മൾ പറയുന്ന സ്വഭാവത്തിലെല്ലാം ഇപ്പോൾ നല്ല വേഗതയുള്ള അല്ലെങ്കിൽ നല്ലോണം സംസാരിക്കുന്നവരാണെങ്കിൽ അവർ കുറച്ചേ സംസാരിക്കുകയുള്ളൂ, അങ്ങനെയൊക്കെ വരും. ഇപ്പോൾ ഗുരുവാണ് നോക്കുന്നതെങ്കിൽ ഒരുപാട് വളരെ വാക്ചാതുര്യമൊക്കെ ഉള്ളവരായിരിക്കും, ഒരേ നക്ഷത്രക്കാർ തന്നെ. അങ്ങനെ പല ഗ്രഹങ്ങൾ നോക്കുന്നത് കൊണ്ടും ഈ സ്വഭാവങ്ങളിൽ വ്യത്യാസം വരും. ഇതെല്ലാം കൂടെ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ നക്ഷത്ര സ്വഭാവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വിലയിരുത്താൻ. ഓം നമഃ ശിവായ.